എൻ.സി.പിയിലെ പിളർപ്പിന് പിന്നാലെയുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ അജിത് പവാർ വിഭാഗത്തെ യഥാർത്ഥ എൻ.സി.പിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം എൻ.സി.പി ശരത് പവാർ വിഭാഗത്തിന് തിരിച്ചടിയായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തോടെ നിലവിലെ എൻ.സി.പി എന്ന പാർട്ടി പേരും ചിഹ്നവും ഉൾപ്പെടെ ശരത് പവാർ വിഭാഗത്തിന് നഷ്ടമാകും. എൻ.സി.പി എന്ന പേരും ചിഹ്നവും അജിത് പവാർ പക്ഷത്തിനായിരിക്കും ഇനി ഉപയോഗിക്കാനാകുക. എൻ.സി.പി അജിത് പവാർ വിഭാഗമാണ് യഥാർത്ഥ എൻ.സി.പി എന്നും ശരത് പവാർ വിഭാഗം പുതിയ പേരും ചിഹ്നവും സമർപ്പിക്കണമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. പാർട്ടി സംഘടനയിലെ ശരത് പവാറിന്റെ ഭൂരിപക്ഷം സംശയകരമെന്നും അതിനാൽ പാർട്ടിയുടെ ജനപ്രതിനിധികളുടെ ഭൂരിപക്ഷം അനുസരിച്ച് തീരുമാനമെടുക്കുകയാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി. തർക്കത്തിൽ 10 ഹിയറിംഗുകൾക്ക് ശേഷമാണ് കമ്മീഷന്റെ തീരുമാനം. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ഞെട്ടിപ്പിക്കുന്നതാണെന്നും അംഗീകരിക്കാനാകില്ലെന്നുമാണ് ശരത് പവാർ വിഭാഗം വ്യക്തമാക്കിയത്. തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് എൻ.സി.പി ശരത് പവാർ വിഭാഗം അറിയിച്ചു. രാജ്യത്തെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും സ്വയംഭരണാവകാശം നഷ്ടപ്പെട്ട അവസ്ഥയാണുള്ളതെന്നും എൻ.സി.പി ശരത് പവാർ വിഭാഗം ആരോപിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം സ്വാഗതം ചെയ്യുന്നുവെന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ പറഞ്ഞു. കഴിഞ്ഞ ജൂലൈയിലാണ് പാർട്ടിയിൽ പിളർപ്പുണ്ടാക്കി അജിത് പവാർ വിഭാഗം ബി.ജെ.പിക്കൊപ്പം ചേർന്നത്. പാർട്ടി സ്ഥാപകനായ ശരത് പവാറിന്റെ കൂടെ നിൽക്കുന്ന കേരള ഘടകത്തിനും ഇത് തിരിച്ചടിയാകും. 1999-ലാണ് കോൺഗ്രസിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് ശരത് പവാർ എൻ.സി.പി രൂപീകരിച്ചത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ.